ഇപ്പം ഈ പറയുന്ന ഈ സയൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമുക്ക് വീട്ടിൽ നിന്നല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ 2-3 പീരീഡൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഈശ്വര പ്രാർത്ഥനയായിരിക്കും. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടേ സയൻസ് ഫിസിക്സ് എല്ലാ എല്ലാ ഇതും വരുന്നുള്ളൂ. ഇത് എത്രത്തോളം ഒരു കുട്ടിയുടെ ഇതൊരു സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ഒരു കുട്ടീനെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ലേ? നമ്മളെല്ലാവരും കുട്ടികളെന്ന രീതിയിൽ ജീവൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പകർന്നു കിട്ടും. കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഫാമിലി സെറ്റപ്പിൻ്റെ ഭാഗമായിട്ടും. അതാണ് നമ്മളുടെ ഫസ്റ്റ് സെറ്റിങ്. പിന്നെ ഇത് അൺലേൺ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അതുകൊണ്ടാണ് പല ആളുകളും, ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്, പള്ളിയിൽ പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്. പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവർക്ക് കേൾക്കണ്ട. കാരണം ദൈവം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നിങ്ങൾക്ക് പള്ളിയിൽ ചെന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് വേറെ കുറേ കോംപ്ലക്സ് റീസൺസ് ഉണ്ട്. നമ്മളൊരു സാമൂഹിക സെറ്റപ്പ് എന്ന രീതിയിൽ നമ്മൾ കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മതത്തിന് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. മത കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫാമിലി സെറ്റപ്പും ഒക്കെ. ആൾക്കാർ പറയും പള്ളിയെ പണിക്കാൻ മരിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയും. അത്രയും നമ്മൾ സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ ഒരു കുട്ടി, പല ആളുകളും ഈശ്വരനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം വരുന്നത് അവർക്ക് മാത്രമല്ല, ഫാമിലിക്ക് മൊത്തമാണ്. അപ്പോൾ ഫാമിലിക്ക് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവർ മുമ്പോട്ട് പറയാതിരിക്കുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ട് ആ പ്രയോഗം പറഞ്ഞു. അവർ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്. അവർ ജനിച്ച കാലം വരെ വീട്ടുകാരെ പള്ളിയിൽ കൊണ്ടുപോകും, അവർ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം ചോദ്യം ചെയ്ത് അതെങ്ങാനും ഇല്ലാതായ സ്വന്തം കംഫർട്ടിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട, ഒരു ഫൗണ്ടേഷൻ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകണം. അങ്ങനെ അതൊരു ഈ ദൈവവിശ്വാസം ഇല്ലാതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ സുഖമുള്ള കാര്യമല്ല. ഇൻഡിപെൻഡൻസ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ദൈവം അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതും നേരെ പഠിക്കാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതിൽ ഏതാണ് നമുക്ക് കംഫർട്ട്? ദൈവം ഇല്ല, അനുഗ്രഹം കുറഞ്ഞു പോയതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതാണ് കംഫർട്ട്. നമുക്ക് ഉത്തരവാദിത്തം വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കും. മറ്റേ അതല്ല, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഉത്തരവാദിത്ത പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊരു അടിമയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു മുതലാളിയുടെ അടിമയാണ്, മുതലാളിയുടെ കടത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വരില്ല അല്ലേ? അല്ല, മുതലാളിയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉത്തരവാദിത്തം വരും. നിങ്ങൾ പണിയെടുക്കാത്തതുകൊണ്ട് കൂടിയാണെന്ന്. അടിമയാണെങ്കിൽ മുതലാളി പറയുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അടിമയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അടിമത്വം കേൾക്കുമ്പോൾ മോശമായിട്ട് തോന്നുമെങ്കിലും അടിമയായിട്ടിരിക്കുന്നതിന് ഇങ്ങനെ ചെറിയ ചില ഗുണങ്ങളുമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. വേറൊരു കക്ഷി ഇരുന്ന് ഇതൊക്കെ ചെയ്യുകയാണെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വം കുറയും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡീൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റേത് അറ്റ്ലീസ്റ്റ് മുതലാളി ഒരു റിയൽ സംഗതിയാണ്. ഇത് ഇല്ലാത്തൊരു വസ്തുവിൽ നിങ്ങൾ ഉത്തരവാദിത്വം ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് കൺട്രോൾ കംസ് വിത്ത്, സ്പൈഡർമാൻ പറഞ്ഞാലാണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഉപയോഗിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. അത് ഒഴിവാക്കാനാണ് പല ആൾക്കാർ ഇത് പറയുന്നത്.